അപ്പം ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിന് നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയെന്നൂന്ന് ചിന്തിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോണത് അല്ലേ. അപ്പോൾ വിശദമായിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതാ കുഴപ്പമൊന്നുമില്ല, അതാ അങ്ങനെ ഇനി വലിഞ്ഞിട്ടുകൊണ്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അതാകണം നമ്മളെ എക്സാം ആണല്ലോ അല്ലേ. അപ്പോൾ ഇന്നലെ ഇതാക്കണ തുടക്കം ആണല്ലോ, നമ്മളെ എക്സാമിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറും വെത്തപ്പാടും ഇതാക്കണ എല്ലാ കുട്ടികളേലും അതേപോലെ തന്നെ അതിലുപരി നമ്മളെ അമ്മമാരേലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടിയിടക്കിയിട്ട് ഇതാക്കണ ഒരു വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതാക്കണം എന്നാലും നമ്മൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഇതാ കണ്ടുകൊണ്ട് നിൽക്കണേൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ട. പുതിയത് കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതങ്ങോട്ട് നെക്കി പിടിച്ചാൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചാലാണ് നോട്ടിഫിക്കേഷൻ വരിക കേട്ടോ. അപ്പോഴാണ് നമ്മളെ വീഡിയോ ഇടുമ്പോൾ ഇതാക്കണേ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണ്ടേ. പിന്നെ ഇതാക്കണം ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് കൂടി ചെയ്താൽ ഉസാറായി റാത്തായിട്ടോ. അങ്ങനെ ഇതാക്കണം രാവിലെ നേരത്തെ കാലത്ത് നീച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, മൂപ്പർക്ക് പണിയുണ്ട്. പോരാത്തതിന് ഇതാ മക്കളെ പരീക്ഷയാണല്ലോ അല്ലേ. പരീക്ഷ എന്ന് പറയുന്നത് രണ്ടാൾക്കും മലയാളമാണ്, വലിയ വിഷയമല്ല. മലയാളം ആ ഫസ്റ്റിൽ തന്നെ എക്സാം മലയാളം ആകുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. ഇംഗ്ലീഷോ ഹിന്ദിയോ അങ്ങനെ ആയണ്ടല്ലോ, പെട്ട് കഴിഞ്ഞ് പണി തീർന്നു എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ അരച്ച മാവ് ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞില്ല, ഓർഗാൻസ തുണിയോട് ഫ്രോക്ക് അടിച്ചാൽ എന്ന് പറഞ്ഞ വരുത്താണ് ആ ഒരു മാവ് ഇതാക്കണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇനി നല്ല ഉഷാറായിട്ട് ഒരു ദോശ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ദോശയും ചട്ടണിയാണ് ഉള്ളത്. പിന്നെ ഇതാക്കണ ചോറ് ഈ ഒരു നേരത്ത് വെക്കണില്ല കേട്ടോ. ആദ്യം നമുക്ക് ഇതാക്കണി വേഗം ചായ കടി കറി അങ്ങനത്തെ പരിപാടികൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. മൂപ്പർക്കാണെങ്കിൽ ഇന്ന് കഞ്ഞി കാര്യങ്ങളൊന്നും വേണ്ട, കൊണ്ടാക്കാനൊന്നും വേണ്ട, തിന്ന് പോകാൻ മതി കേട്ടോ, ചായ ഒന്നും കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനമാണ്. ഇനിയിപ്പോൾ ഈ വൈകുന്നേരം ഉച്ചക്കും ഒക്കെപ്പാടെ കൂട്ടിയിട്ട് ഒറ്റ വെപ്പാണ് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വെയിറ്റിങ്ങിലാണ് ഞാൻ. ഒരു ഉച്ച നേരത്ത് വെച്ചാൽ തന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ. പിന്നെ എന്താ മക്കൾക്ക് പോകാനാകുമ്പോഴത്തേന് രണ്ടാക്കുക 12:30 1 മണി 1:30 ഒക്കെ ആകുമ്പോഴാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു നേരത്തിനൊക്കെ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ പണിക്കും ലാഭം ഉണ്ടാവും. അപ്പോൾ ഞാൻ രാവിലത്തെ പണി ഇങ്ങോട്ട് ഒരുക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് നിൽക്കുകയാണ്. വേഗം ദോശ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ തങ്ങൾ മാവ് കൂട്ടി വെച്ച് അതേപോലത്തെ ഒന്നും കൂട്ടി വെച്ചാലുണ്ടല്ലോ, ഇതേപോലത്തെ നല്ല ഉഷാറിന് ദോശ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ മൂപ്പർക്ക് ദോശ ചുടുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ടാവും. അതിപ്പോൾ എന്താ ചോദിച്ചാൽ ഇത് മൂപ്പർക്ക് ഈ പുളിയില്ല വർഗ്ഗങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും കേട്ടോ. വല്ലാതെ ദോശ ഇടില്ല അങ്ങനെയൊന്നും തിന്നൊന്നുമില്ല. പുട്ടും ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ തിന്നും, അല്ലാതെ ദോശ ഇടില്ല അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. ഈ ഉഴുന്നിൻ്റെ പരിപാടികളൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നീട്ടി വലിച്ചിട്ടാണ് കേട്ടോ ചൂട്, നല്ല നൈസായിട്ട് നീട്ടി വെച്ചിട്ട് കറും മുറും പറഞ്ഞിട്ട് ചായൻ്റെ ഒപ്പം കടിക്കാൻ മാത്രമാണ് ഞാൻ ചുട്ട് വെക്കുക. ഇതെങ്ങനെ ഉണ്ടാവും കേട്ടോ, ഒരു പേപ്പർ പോലെയാണ് ഉണ്ടാകുക. നമ്മൾ മൂപ്പർക്ക് ദോശ ചൂടുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ അത് തിന്നൂല കേട്ടോ, വെറുതെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ കറിയും കാര്യങ്ങളൊന്നും ഇത് കൂട്ടൂല. മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉസാറായി മൂപ്പര് അങ്ങനെ തിന്നോളും. പക്ഷെ അങ്ങനെ വെറുതെ അങ്ങനെ തിന്നൂല കേട്ടോ. നമ്മളെ ചട്ടണിയും കാര്യങ്ങളും കടലയും കാര്യങ്ങളും അങ്ങനത്തെ കറികളും കാര്യങ്ങളൊന്നും കൂട്ടലില്ല. അപ്പോൾ ഇങ്ങനെയാണ് മൂപ്പരയുള്ള ചായ കൂടി ഉള്ളത് കേട്ടോ. ഒരു കയ്യിൽ ഇതാകണ കട്ടൻ ചായ, പിന്നെ ഇതാകണ ഒരു കയ്യിൽ ഒരു ചുരുട്ടി പിടിച്ച ദോശയാണ് ഉണ്ടാകുക. എപ്പോഴും അങ്ങനെയാണ്. അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും പുട്ടാണെങ്കിലും കട്ടൻ ചായൻ്റെ ഒപ്പം കൂട്ടി കുടിക്കുകയാണെന്ന് തോന്നുന്നത് അതിന് ഇഷ്ടം. കറിയൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ കൂട്ടലില്ല. ഇറച്ചി മീനാണെങ്കിൽ ഉസാറായിട്ട് കൂട്ടും കേട്ടോ. അപ്പോൾ വേഗം ആ രാവിലത്തെ ആ ഒരു തിരക്കുണ്ടല്ലോ, അത് വല്ലാത്തൊരു ജാതി തിരക്കാണല്ലോ. അപ്പോൾ വേഗം അതങ്ങോട്ട് ആ പണി അങ്ങോട്ട് കഴിഞ്ഞെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് വേണം നമുക്ക് കുളിക്കാനും തീരുമാനമൊക്കെ ആയിട്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വലപ്പം ഒന്ന് ഇരിക്കാനായിട്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വായിപ്പിച്ചു എഴുതി നമുക്ക് അറിയുന്നതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അത് ആ ഒരു പരിപാടിയും കൂടി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വേഗം എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പതിവില്ലാത്തതാണ് കേട്ടോ. ഇതെങ്ങനെ വർത്താനം പറഞ്ഞ കുത്തിരക്കലൊക്കെ പതിവില്ലാത്തതാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും. വേറെ ഒന്നുമല്ല കേട്ടോ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഒരു മടിയാണ്, മഴ രാവിലെ തന്നെ പെയ്യുമ്പോൾ പണിക്കൊക്കെ പോകാനൊക്കെ ചെറിയൊരു മടിയൊക്കെ വരലുണ്ട്. എന്നാലും തിരക്കടില്ല. ഇന്നിപ്പോൾ മഴ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേഗം പോകുകയാണ്. ഇന്നും തന്നെ ഇടവെണ്ണയാണ് പണി, അതിനോട് ചായയും കടിയൊന്നും കറിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ മൂപ്പര് അങ്ങോട്ട് പറഞ്ഞയച്ച്. അപ്പോൾ മക്കൾ ഓരോരുത്തർ നീച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എൻ്റെ അടുത്ത പണി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടേ കരമ്പിലൊന്നും ഈ ഒരു വീട്ടിൽ ഇല്ലതാന്ന് തോന്നുന്നതന്നെയല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ വണ്ടീൻ്റെ ചാവി, ഫോണ്, പിന്ന് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കി അതെവിടെയാണ് നോക്കി ഇതെവിടെ. മക്കളും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എവിടെ അമ്മ ഇത് ചോദിച്ചാണ്ട് ബാക്കിൽ ഇങ്ങനെ നടക്കും.
അപ്പോൾ ഞാൻ അങ്ങനെ പറയും ചെയ്യും, ഞാൻ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്ന് കെട്ടിച്ചുകൊണ്ടെന്നൊക്കെ ചോദിക്കും കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെയാണ് എപ്പോൾ എല്ലാ കാര്യവും നമ്മളിവിടെ 24 മണിക്കൂർ നമ്മളിവിടെ ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല അവൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഒന്നും കാണാത്ത പോലെയാണ്. അപ്പം നിങ്ങളെ വീട്ടിലുണ്ട് അങ്ങനത്തെ സ്വഭാവമൊക്കെ? ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഇവിടെ 4 ആൾക്കും അങ്ങനെ തന്നെയാണ്. വെച്ച സാധനം പിന്നെ കാണാനുണ്ടാവില്ല, പിന്നെ എങ്ങനെ താപ്പി തിരഞ്ഞ് നടക്കായിപ്പോയി. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മക്കളൊക്കെ നീപ്പിച്ച് ഒരു പല്ലേച്ചു ചാടിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഉച്ചക്കാണ് പരീക്ഷ ഉള്ളത്, അതുകൊണ്ട് ആക്കം പോലെയൊക്കെ ഇതാക്കിയാൽ മതിയല്ലോ. പിന്നെ ചായ കുടിച്ചിട്ട് ഒരു പഠിക്കാനൊക്കെ ഇരുന്നോളും. ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, കുറച്ച് വലിയ കുട്ടികൾ തന്നെ അല്ലേ. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം തിരുമ്പിക്കൂടി ഉണ്ട് കയ്യട്ടെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ തലേത് എണ്ണയൊക്കെ ഇട്ടാണ്ട് നല്ല സാറായിട്ടാണ് വെച്ചിട്ടുണ്ടോ. അപ്പോൾ കുറച്ച് ചൂടുള്ള എണ്ണ ഉണ്ടല്ലോ, കുറച്ച് ചൂടാക്കിയ ഒരു മൺചട്ടിയിലുണ്ട് നമ്മളെ ദോശ കിട്ടില്ലേ, അപ്പോൾ ആ ഒരു ചട്ടി കുറച്ച് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുഞ്ഞിച്ചട്ടി പാത്രം വെച്ചിട്ട് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിങ്ങനെ ചെറിയ ചൂടിൽ ഇങ്ങനെ തലയിൽ തേച്ച് കൊടുത്താൽ നല്ല ഒരു സുഖീകരം, തലക്കും നല്ല സുഖീകരം. താരൻ പോകൽ കുറച്ച് കുറയും കേട്ടോ, നല്ലതുപോലെ കുറഞ്ഞ് കിട്ടും. ഈ താരൻ ഇങ്ങനെ കടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം എൻ്റെ തലയിൽ താരനും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ചൂടുള്ള വെളിച്ചെണ്ണ തേച്ചാൽ ഒരു സുഖമാണ് തലക്ക്. പിന്നെ നമ്മളെ തലയിലെ രക്തയോട്ടം കൂടാനും കാര്യങ്ങൾക്കൊക്കെ അതും നല്ലതാട്ടോ. ഒരു ചൂടുള്ള ഇളം ചൂടുള്ള വെളിച്ചെണ്ണ തലയിൽ തേക്കണത്, കുറച്ച് നേരം ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് വെക്കണത് നല്ലതാണ്, മുടിക്കും തലക്കൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ സന്യാസിമാരെ പോലെ അങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ തിരുമ്പലും കുളിയും ഒരു ജഗപ്പൊക പരിപാടി തന്നെയായിരുന്നു അവിടെ ഉള്ളത്. അപ്പോൾ പുഴയ്ക്ക് പോകാനായിട്ടില്ല കേട്ടോ, ഇനി പോണൊക്കെ കഴിയട്ടെ, എന്നിട്ട് നല്ല ശുദ്ധമായിട്ട് അപ്പോൾ ഒത്തിരി മഴയൊക്കെ മാറിയിട്ട് നല്ലപോലെ വെയിലൊക്കെ വരുമല്ലോ. അപ്പോൾ നല്ലൊരു ദിവസം നോക്കിയിട്ട് പുഴയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാവും കേട്ടോ നമ്മൾ ഇവിടുത്തെ ഒരു പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഇതാ പുഴയ്ക്ക് പോകാൻ നിൽക്കുന്നത് ആദ്യമായിട്ടേക്ക്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടോ, ഈ ഒരു വയനാട്ടിലത്തെ ആ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ തന്നെ പുഴയിലൊക്കെ പോയി കുളിച്ചിട്ട് തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഫുള്ള് വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ നമ്മളെ മുടിക്കും തന്നെ ആ ഒരു വെള്ളം ചേലായിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഊരിയെന്ന് കേട്ടോ, ഈ ഒരു കുഴൽക്കിണർത്തെ വെള്ളമല്ലേ, അപ്പോൾ അതിങ്ങനെ തട്ടുമ്പോൾ വല്ലാതെ ഊരല് വരുന്നു, മുടി നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതായാലും കുറവൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ ആക്കി തന്നു തോന്നുന്നു, തലക്ക് തന്നെ ഇപ്പോൾ ഒരു മയപ്പെട്ടിക്കണം ആ ഒരു വെള്ളത്തിനുകൊണ്ട്. അങ്ങനെ ഇതാക്കണം ആ ഒരു തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മുടിയൊക്കെ ഒന്ന് ചിക്കി ഉണക്കി, അത് പിന്നെ ഉണക്കാനുള്ളതൊക്കെ ഉണക്കി. വെയിലുണ്ടല്ലോ, അപ്പോൾ വെയിലിന്ന് ഇപ്പോൾ എപ്പോഴാണ് പോകുക മഴ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല, അമ്മാതിരി വെയിലും മഴയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇല്ല സമയം കൊണ്ട് വേഗം വെയിൽ തട്ടിക്കോട്ടെ ചോദിച്ചാൽ അതൊക്കെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞുണക്കി. ഇപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു 3-4 ദോശ നല്ല തട്ടുകട സ്റ്റൈലിൽ മറ്റേ ചട്നിയാണ് ഉണ്ടാക്കിയിട്ട്, ഒരു ചോന്ന ചട്ടണിയില്ലല്ലോ, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓലൊക്കെ ഇവിടെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഓലപ്പം പോയി ഇരുന്ന്. പിന്നെ ഇതാ കുറേ നേരത്തിന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അത് കുത്തി വെച്ചാണ്ട് പിന്നെ വലപ്പം കുറേ നേരം പഠിപ്പിച്ച് അതൊക്കെ എഴുതി കാണിച്ച് കൊടുത്തൊക്കെ റെഡിയാക്കി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ കയറുന്നതാക്കണ ഒരു 11 മണി ആ ഒരു നേരത്താണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. പിന്നെ ചോറൊക്കെ വെക്കാൻ തിരിയട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ 2 ആളും വീട്ടിലുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, ഓളെ കൊണ്ടൊന്നും ഇപ്പോൾ ഒരു പണി എടുപ്പിക്കാൻ പറ്റൂലല്ലോ, ഓരൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ, പിന്നെ എക്സാമും അല്ലേ. അപ്പോൾ ഓലെ കൊണ്ടൊന്നും അങ്ങനെ അടിച്ചു വരലും കാര്യങ്ങളൊന്നും എടുത്തതൊന്നുമില്ല. അന്ന് ഒരു പണി ഇല്ലായിരുന്നു കേട്ടോ, ഒരു പണി എടുക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനെങ്ങാനും പടി എടുക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ടൈമും കൂടി അവർക്ക് വേസ്റ്റ് ആയാൽ പിന്നെ മാർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുമല്ലോ, നിങ്ങളെ പണിയാണ് ഇപ്പോൾ അത് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും മുണ്ടിയതൊന്നുമില്ല, നിങ്ങൾ പഠിച്ചോളിന്ന് ഞാൻ എടുത്തുകൊണ്ടെന്നും പറഞ്ഞിട്ട് നിന്ന് കേട്ടോ. ഇപ്പം ഞാനൊന്ന് അടിച്ചു വാരി ഇടട്ടെ. ചോറിന് അരി ഇട്ടിട്ടുണ്ട്, ഇനി ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കണം എന്നുണ്ട്. അതിനിപ്പോൾ പരിപ്പും ഇല്ല പപ്പടവും ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പീടികയിൽ പോയിട്ട് അതൊന്ന് വാങ്ങിക്കൊണ്ടുവരണം. അപ്പോൾ എല്ലാത്തിനും ഓടാനും ചാടാനുമായിട്ട് ഞാൻ തന്നെയുള്ളൂ ഇപ്പം ഇന്ന്. അതാണിപ്പോൾ ചുരുക്കം. അപ്പോൾ ചുരുക്കം പറഞ്ഞാലും നിവർത്തി പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. കൂടുതലായിട്ട് വെറൈറ്റി ആയിട്ടൊന്നും നമുക്ക് പറയാനില്ല. കാരണം എന്താക്കണേ, നമ്മൾ അങ്ങോട്ടും പോകണില്ലല്ലോ, നമ്മൾ ഈ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ടും പോകണില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താക്കുക വീഡിയോ എടുക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാട്ടെ, ഈ വീട്ടിലത്തെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നത് ചിലവർക്കൊക്കെ ഇഷ്ടമാട്ടോ. ചിലവർക്കൊക്കെ ഇതൊക്കെ ബോറടിയാണെന്നും പറയും, എന്നെയല്ല ഇട്ടത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ ഇടുന്നത്. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമുള്ളവർ ഇതാക്കണ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഓല് ഇഷ്ടമുള്ളവർ കാണട്ടെ. അപ്പോൾ അതല്ല ഇപ്പം നല്ലത്. പിന്നെ ഇതാ പുറത്ത് പോയിട്ട് ഓരോരോ പല പൈസ മുടക്കാണ്ട് ഓരോരോ ഇത് എടുക്കാനോ ഭക്ഷണം പോയി കഴിക്കാനോ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ കിട്ടൂല. അതിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും നമ്മളെ അടുത്ത് ഇല്ല താനും.
അപ്പോൾ ഇല്ലത് കൊണ്ട് ഓണം പോലെ എന്നും പറഞ്ഞിട്ടാണ് നമ്മളെ വീഡിയോ എടുക്കുന്നത്. എല്ലാം ഇതാകണം റെസിപ്പിക്ക് മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അടിച്ചു വരലും പാത്രം കഴുകലും അങ്ങനെ തുടക്കലും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ മാറാല തട്ടൽ വരെ നമ്മളെ കണ്ടൻറ്റാണ് പറഞ്ഞില്ലേ. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇതാക്കണ ഓണം കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയാലല്ലേ. അപ്പോൾ എല്ലാ യൂട്യൂബർമാരെയും മാർക്ക് നമുക്ക് ഇതാക്കണ ഒരു ആഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഒന്നും എടുക്കൽ നടക്കൂല കേട്ടോ. നമുക്ക് ആ ഒരു അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ആ ഒരു തിന്നണ ആ ഒരു ടീമല്ലേ. അതൊന്നും തന്നെ അങ്ങനത്തെ ആ ഒരു ആർഭാടവും കാര്യങ്ങളൊന്നും ഉണ്ടാകുമൊന്നുമില്ല. അപ്പോൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കട്ടെ. നമ്മളെല്ലാം വീഡിയോ എടുത്തുകൊണ്ടല്ല ദിവസങ്ങൾ കാണുന്നതാക്കണം നമ്മളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ മൂപ്പരോടെ ഏതായാലും ഇതാക്കണ നമുക്ക് ഓണമാണ്, അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും എടുക്കണ്ടേന്നൊക്കെ ചോദിച്ചപ്പം ആയിട്ടില്ലല്ലോ, ഓണായിട്ടില്ലല്ലോ, തിരുവോണമായിട്ടില്ലല്ലോ, അതിനെ സംബന്ധിച്ചെടുത്താൽ മതി എടുക്കുകയാണെങ്കിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കൂടുതലായിട്ടൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മഴയും കാര്യങ്ങളും പണിയും ഡിമ്മാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വല്ലാതെ ശല്യപ്പെടുത്താൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇതാക്കണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവട്ടെ. എന്തെങ്കിലുമൊക്കെ ചുരുക്കിയ നമ്മൾ അടിക്കാൻ പാകത്തിന് എന്തെങ്കിലും ശീലെടുത്ത് അടിച്ചു കൊടുക്കാന്നുള്ള ഭാഗത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതാക്കണ ഓണം സദ്യയൊക്കെ അടിച്ച് പൊളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ തുണക്കാരിപ്പം ഉണ്ണിമോക്കും തന്നെ സ്കൂളിൽ വേറെ പുതിയ തുണക്കാരല്ല അപ്പോലൊക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് നടത്താമെന്നുള്ള ചിന്തയിലാണ് ഞാൻ. അങ്ങനെ അടിച്ചുവാരലും കഴിഞ്ഞ് ഞാൻ പരിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ വേഗം ഇതാക്കണ ഒരു 20 റുപ്യക്ക് പരിപ്പും 30 റുപ്യേൻ്റെ പപ്പടം വാങ്ങിയിട്ട് ഓടി വന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത പണി നോക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇതാ സ്കൂൾക്ക് പോകാനുള്ള നേരമായി കേട്ടോ. ഇന്നാണെങ്കിൽ ഇവിടെ ബസ്സും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും വണ്ടിയമ്മ കയറ്റി വിടണം നമ്മളെ ഉണ്ണിമോളെ. കുഞ്ഞാറ്റക്കാണെങ്കിൽ ബസ് ഉണ്ട് കേട്ടോ, സ്കൂൾ ബസ് ഉണ്ട്. മറ്റൊക്കെ ബസ്സില്ല, ലൈൻ ബസ്സിലാണ് പോകണല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു നേരത്തൊക്കെ, ഈ എക്സാമിൻ്റെ നേരത്തൊക്കെ ബസ്സില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വണ്ടി ഓട്ടാനിട്ട് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും കാലം പിടിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ സിമ്പിൾ മാറ്റിക് സാമ്പാറാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു സാമ്പാറാണ് ഈ കുക്കറിലെ സാമ്പാർ കേട്ടോ. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ കുക്കറിൽ സാമ്പാർ വെക്കണത്. മറ്റേ സാമ്പാർ എന്ന് പറയുന്നത് വറുത്ത് ആ തേങ്ങ പൊട്ടിച്ച് ചിരകി വറുത്ത് അതൊക്കെ ആക്കി വരുമ്പോഴത്തേനും ഒരുപാട് നേരമാവും. പിന്നെ ഇതാവുമ്പോൾ ഉഷാറാണ്, സുഖമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇതാക്കണ സമയ ലാഭമാണല്ലോ നോക്കുന്നത്. അടുക്കളയിൽ നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതാക്കണ പണികളൊക്കെ ഒരുക്കാണ്ട് പുറത്ത് കിടക്കാൻ പറ്റുമോ അത്രയും സന്തോഷം സമാധാനമാണല്ലോ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാക്കണ ഈ ഒരു കുക്കർ തന്നെയാട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ കുക്കറിൻ്റെ സാമ്പാർ ഒരുവിധമൊക്കെ അയക്കണം. ഇപ്പോൾ ആ വെണ്ടയ്ക്കും തക്കാളിയും കൂടി വന്നാലുണ്ടല്ലോ ഉസാറായിട്ട് കടും കൂടി വറവിട്ട സാമ്പാർ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഓൾക്ക് ചോറ് ഇതാക്കണ കൊടുക്കണം. അപ്പോൾ അതിന് ബസ് വരുന്നില്ല. അപ്പോൾ അവിടെ ചെറിയ അമ്മോനുണ്ട്. അപ്പോൾ അമ്മോൻ്റെ ഒപ്പം അങ്ങനെ ആക്കി കൊടുക്കാമെന്നുള്ളൊരു നിബന്ധനയിൽ നിൽക്കുകയാണ്. ഫോൺ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ആക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ, വേറെ നമ്മൾ മമ്പാട്ടിക്ക് കിടക്കുക എന്നുള്ളത് വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊന്നും ഈ ഒരു ഉച്ച നേരത്തെ ആകുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. രാവിലെയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും ഓട്ടോറിക്ഷയൊക്കെ അവിടെ അങ്ങാടിയിൽ നിർത്തിയിട്ടുണ്ടാവും. നമുക്കാണെങ്കിൽ ചെറിയൊരു അങ്ങാടിയല്ല, അപ്പോൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ കയറ്റി വിടാം. 100 റുപ്യ കേട്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് മമ്പാടെത്താൻ പോകണമെങ്കിൽ 100 റുപ്യ കൊടുക്കണം ഓട്ടോറിക്ഷക്കാണെങ്കിൽ. പിന്നെ ബസ്സിനാണെങ്കിൽ 15 റുപ്യാണുള്ളത്. എന്നാലും വേണ്ടില്ല, പരീക്ഷ ആ ഒരു നേരത്തൊക്കെ എത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര സ്വീപ്പല്ലേ. ഇനിയിപ്പോൾ ഞാനായിട്ട് ഇതാക്കണ നേരം വയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 അടുപ്പിലും കൂടിയാണ് വെച്ചിട്ടുള്ളത്. ഇതാക്കണ സാമ്പാർ ഒരു അടുപ്പത്തിൽ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പുറം ഭാഗത്ത് ഇതാക്കണ പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചോറ് തിന്ന് പോകാമല്ലോ. പിന്നെ ഇത് രണ്ടാളും ഇവിടെ ഉണ്ടായതുകൊണ്ട്, മക്കൾ രണ്ടാളും ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിമ്മായതാണ്. ഇത്തിരി സമയം അങ്ങോട്ട് ആയിക്കോട്ടെ, ഒരു 10 മണി ആയിക്കോട്ടെ 10:30 ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോറ് വെക്കാൻ ഇത്രയും നേരം വൈകിയത്. അപ്പോൾ ഇത്ര നേരം വൈകണം ഞാൻ അറിഞ്ഞതുമില്ല കേട്ടോ. അപ്പോൾ ചോറിനാണെങ്കിൽ ഇത്തിരി വേറെ ഇടിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ചു. പിന്നെ സാമ്പാറിനെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ സമയം പോയി പറഞ്ഞാൽ പോരെ. പിന്നെ ഓലുണ്ടായാൽ പിന്നെ ഇക്കും തന്നെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ. ഓലെങ്ങനെ ഓല നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഓരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും അങ്ങനെ കുത്തിരിക്കും. അപ്പോൾ സമയം പോകണം നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പാടെ സ്കൂൾക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു 4 ചുമരിൻ്റെ ഉള്ളിലായി അകപ്പെട്ടു എന്നില്ല ഒരു ജയിലിലെ പോയ ഒരവസ്ഥയാവും കാരണം എപ്പോഴൊക്കെ. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് വർത്താനത്തിന് പോകും കേട്ടോ. ഞാൻ രാവിലെ ഓളെ കൊണ്ടാക്കണ ആ ഒരു രീതിക്ക് ഞാൻ വർത്താനത്തിന് പോലുണ്ട്. അപ്പം പിന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിന്ന് വർത്താനം പറയും. പിന്നെ അംഗൻവാടിയിൽ പോകും, അവിടെ കുറച്ച് നേരം ടീച്ചറോട് വർത്താനം പറയും. പിന്നെ അങ്ങനെ സമയം പോലെ കേട്ടോ. അപ്പം അവിടെ ചെല്ലുമ്പോൾ പിന്നെ 3-4 പെണ്ണുങ്ങൾ കൂടിയാൽ പിന്നെ കഴിഞ്ഞില്ല കഥ. പിന്നെ വർത്താനം കൊണ്ട് വർത്താനമായിക്കാറ്. പിന്നെ കാക്കക്കൂട്ടിൽ കല്ലിട്ടാൽ മാതിരി പൊരും വർത്താനമായിക്കാറ്. അതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേനും ഒരുവിധം നേരമൊക്കെ ഉണ്ടാവും. അപ്പോൾ സമയം മേയ്ക്കൂടെ പോയേന്ന് തന്നെ പറയാൻ കഴിയില്ല കേട്ടോ. അമ്മ അതിൽ വർത്താനം പറയും.
അപ്പോൾ ബാക്കിലൊരാൾ ഇതാക്കണ് ആയിട്ടില്ല സാമ്പാറായിട്ടില്ല പപ്പടമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. വേഗം 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 നോക്ക് ഭയങ്കര ബേജാറായിക്കണ്. ഒന്നാമത് ബസ്സില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ബേജാറ്. വണ്ടി കിട്ടൂലേ ഇല്ലേ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ബേജാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുക ഈ സാമ്പാർ ഇപ്പോൾ ആവുന്നുണ്ട്, ചോറ് തിന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പൊടിച്ചിരുത്തിയിരിക്കണ ഒരാളെ ഞാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ പോയി കുളിക്കാൻ പോയിട്ടുണ്ട്. ഓക്ക് തന്നെ 12:45 ബസ് വരിക എന്നാണ് പറഞ്ഞത്. 2 മണിക്കാണ് പരീക്ഷ, എന്നാലും 12:45 ബസ് വരും. അവിടെ വന്ന് നിൽക്കണം കാത്തിക്കണം എന്നൊക്കെ ടീച്ചർ വോയിസ് കിട്ടുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും ലാഭമാണല്ലോ അല്ലേ. ഇപ്പോൾ ആദ്യമൊക്കെ സ്കൂളിൽ നിന്ന് നമ്മളൊരു കത്ത് കൊടുത്ത് ടീച്ചർക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്ത് അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒപ്പിടാണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കത്ത് കൊടുത്ത് എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ. വരാനും പോകാനും എന്തെങ്കിലും സൂക്കേടുണ്ടെങ്കിലും അറിയിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇതാ ഫോണിലൊരു വോയിസ് കിട്ടാലുണ്ടല്ലോ, ഒരു വിളിയൊക്കെ വിളിച്ചാൽ അപ്പം അങ്ങോട്ട് എത്തിയായി കുട്ടികളെ കൊണ്ടുവരായി അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂലേ, നമ്മൾ സ്കൂൾക്ക് ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് ലീവ് ലെറ്ററും കൊണ്ടാ പോകുക. ബഹുമാനപ്പെട്ട ക്ലാസ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വയറുവേദന തലവേദന ഒക്കെ ഒന്ന് എഴുതിയിട്ട് പിന്നെ അങ്ങനെ കത്തൊക്കെ കൊണ്ടാണ് പോകുക പിറ്റേന്ന് സ്കൂൾക്ക് പോകുമ്പോൾ. അല്ലെങ്കിൽ ടീച്ചർ ഭയങ്കരമായിട്ട് ചീത്തയും പറയും അടിക്കുകയും ചെയ്യും. ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, അടിയില്ല ചീത്തറിയലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാ ചീത്ത പറഞ്ഞാൽ തന്നെ കുട്ടികൾ തരാണ്ട് നോട്ടം നോക്കിയാൽ ടീച്ചർമാർ പേടിക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇതാ കുട്ടികൾക്ക് വലിപ്പച്ചെറുപ്പമില്ല ബഹുമാനവും ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല അല്ലേ. നമ്മളെ മാർക്കൊന്നുമല്ല, ഒരു ബഹുമാനവും കാര്യങ്ങളും ഇല്ല. അച്ഛനും അമ്മയും ടീച്ചർമാരും എല്ലാവരും ഒരേപോലെയാണ് ഇവർക്ക്. അപ്പോൾ ഓളെന്താക്കണ യാത്രയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവളാണ് പോകാനുള്ളത്. ഇവളിതാക്കണ നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞ് ചോറൊക്കെ തിന്നിട്ട് മുടിയൊക്കെ കൊട്ടി കൊടുക്കാനുള്ളൂ. അപ്പോൾ ഓളിതാക്കണ മലയാളം ആയതുകൊണ്ട് തിരക്കടില്ല. മൂപ്പത്തിയാർക്ക് നല്ല കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന വീഡിയോകളൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ടി മടങ്ങിയാണ് ഇരിക്കൽ. അപ്പോൾ ഞാനെന്താക്കണം ഓളെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ ഓളെയും കൊണ്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു ഉച്ച നേരത്തെ ഇതിനൊന്ന് കൊണ്ടാക്കി തരികയും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കയ്യുമ്പോൾ പിടിച്ചിങ്ങനെ നിൽക്കുകയെന്ന്. പിന്നെ ഇതാ മക്കളെത്ര വലുതായാലും നമുക്ക് ഇതാക്കണ ചെറിയ കുട്ടികൾ തന്നെ ഇരിക്കാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ കുട്ടിയുള്ളത് കേട്ടോ, കൊഞ്ചൽ കുട്ടിയാണ് ഓള്. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഓല് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുത്തതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ കുറേ നേരം ഫോണിൽ കളിച്ചു. പിന്നെ പുതിയൊരു ഗെയിം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തോണ്ടി ഇങ്ങനെ കളിച്ചു. പിന്നെ മൂപ്പര് വന്ന് ചോറൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ ചോറൊക്കെ തിന്ന് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കടന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കടത്തു കേട്ടോ. മൂപ്പര് അങ്ങനെ പണിയത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് കേൾക്കാനാണ് ഓൽക്കൊന്നും നേരമില്ലാത്തത്. മൂപ്പര് ഓല് പറയണൊക്കെ നമ്മളിത് ഉഷാറായിട്ട് സൂക്ഷ്മമായിട്ടും കേട്ടിട്ട് മനസ്സിലാകല്ലോ, അല്ലെങ്കിൽ അപ്പം ദേഷ്യം പിടിക്കും ഓൽക്കൊക്കെ. അപ്പോൾ അങ്ങനത്തെ സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ, മക്കളും ആണെങ്കിൽ അങ്ങനെ തന്നെ. നമ്മളെ കാര്യം കേൾക്കാനൊന്നാണ് ഇവർക്ക് താല്പര്യമില്ലാത്ത. ഓല് പറയണത് എന്തും നമ്മൾ കേട്ടിങ്ങനെ. അപ്പോൾ അതിന് തലേ കാട്ടി നിൽക്കരുത്. ഓൽക്ക് നല്ല താല്പര്യമാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിനാണ് നിന്ന് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സ്കൂളത്തെ എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ ഉള്ളത്. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. ബൈ ബൈ.